ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂർക്ക മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് ഏകദേശം 1 കിലോ കൂർക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്കയാണിത് കേട്ടോ. ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടോ, നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ 1 വിസിൽ കേൾപ്പിച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് വേകുകയും ചെയ്യും, എന്നാൽ കുഴഞ്ഞു പോവുകയുമില്ല. കുക്കറിലേക്ക് കൂർക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 3 പച്ചമുളക് ഒന്ന് പിളർന്നെടുത്തിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് 1 വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കണമല്ലോ. നമ്മുടെ കൂർക്ക 1 വിസിലിന് ശേഷം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. എന്നാൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടുമില്ല കണ്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചികരം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് 2 ചെറിയ സവാള നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഈ ഒരു മെഴുക്കുവരട്ടിയിലേക്ക് നമ്മൾ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളകും ചതച്ചതുമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കൂർക്ക വേവിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ സവാളയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഒക്കെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമൊന്നും ആയിട്ട് വരണം കേട്ടോ. സവാളയും തേങ്ങാക്കൊത്തും ഒക്കെ ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരല്പം കുരുമുളക് ചതച്ചതാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണാണ് കുരുമുളക് ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി കൂർക്ക മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. ഇനി ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഈ രീതിയിലൊന്ന് കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്